റിലീസായ ഇത്രയും സമയം ലോകം മുഴുവനുള്ള മലയാളികൾ അറിഞ്ഞു കഴിഞ്ഞു ഈ സിനിമയുടെ ഒരു വിജയത്തിനെ കുറിച്ച്. അതിന് നീതിയോട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. ഇപ്പോഴും പക്ഷേ സിനിമയെ പറ്റി ഒരു പരിധി കൂടുതൽ തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയിൽ തന്നെയാണ് എനിക്ക് ഇതിന്റെ പ്രൊമോഷൻസിന് തുറവായിട്ട് ഞങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു ബുദ്ധിമുട്ട് അതാണ്. ഇനി നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളുടെ ബുദ്ധിമുട്ട് എന്തായിരുന്നു എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും കണ്ടു ഞാൻ വിശ്വസിക്കുന്നു. അത് നിങ്ങൾ എല്ലാവരും ഞാൻ തിയേറ്ററിൽ കണ്ടവരാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് പറയാൻ മടി കാണിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി കാണുന്ന പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും തിയേറ്റേഴ്സിൽ അത് നിങ്ങൾ അനുഭവിച്ച ആ ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് മിസ്സാവാതിരിക്കാൻ കുറച്ചു നാളും കൂടെ ഇത് സീക്രട്ട് ആയിട്ട് വെച്ചേ പറ്റുള്ളൂ. പക്ഷെ കുറെ അധികം നല്ല നല്ല കമന്റ്സ് സിനിമ കണ്ടവരുടെ ഭാഗത്ത് നിന്ന് വളരെ ജെന്യുവൻ ആയിട്ടുള്ള കമന്റ്സ് വരുന്നുണ്ട്. അതിന്റെ താഴെ കോപ്പി പേസ്റ്റ് കമന്റ്സും വരുന്നുണ്ട്. അതൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ട്രെൻഡാണത്. ബട്ട് സ്റ്റിൽ ഓവറോൾ വളരെ വളരെ സന്തോഷത്തിലാണ്, അല്ലെങ്കിൽ വളരെ വലിയൊരു മികച്ച തുടക്കത്തിലാണ് രവിചന്ദ്രൻ എന്ന് പറഞ്ഞ നമ്മളുടെ ഈ വലിയ സിനിമ ആരംഭിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാം. എന്തെങ്കിലും പറയാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സിനിമയ്ക്ക് ദോഷം ചെയ്യാത്ത എന്ത് മറുപടിയും പറയാൻ ആയിട്ട് ദയവോടെ എൻറ്റയർ കാസ്റ്റ്, എൻറ്റയർ അല്ല എന്നാലും ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ട്. അതുപോലെ ഒരു ഭയങ്കര ഫാസ്റ്റ് മൊണ്ടാഷ്, ഭയങ്കര ലവ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ടുള്ള സിനിമകൾ, അത്തരത്തിലൊരു സിനിമ പ്രതീക്ഷിച്ച് ഇനി കാണാനുള്ള ആളുകൾ പോകരുത്. ഇതൊരു വ്യത്യസ്തത നിറഞ്ഞ സിനിമ എന്നല്ല, ഇതൊരു പുതിയ സിനിമയാണ്, ഇതൊരു പുതിയ നെറേറ്റീവാണ്. അപ്പം ആ സമയമെടുത്ത് തന്നെ കണ്ട് മനസ്സിലായി ഓരോ ഇമോഷൻസും, പ്രത്യേകിച്ച് അനശ്വരയുടെ ക്യാരക്ടറിനോട് ഉണ്ടാവേണ്ട ഒരു ഇമോഷൻ ഉണ്ട്. അപ്പൊ അത് പറഞ്ഞ് എടുക്കേണ്ട ഒരു സമയമുണ്ട്. അപ്പൊ അത്രയും സമയം എടുത്ത് തന്നെ പറയേണ്ട ഒരു സിനിമയാണ്. ഇപ്പൊ ഷെമീറിനെ പറ്റി പറയുമ്പോൾ ഷെമീർ മാർക്കോ എഡിറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ആ പേസിൽ എഡിറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ്. പക്ഷെ ഈ സിനിമയെ മനസ്സിലാക്കി, ഇതിന്റെ സ്ക്രീൻ പ്ലേയും സ്ക്രിപ്റ്റിനെയും മനസ്സിലാക്കി ഇത് ഡിസേർവ് ചെയ്യുന്ന ഒരു നരേഷനിലേക്ക് ഈ സിനിമയെ കൊണ്ടുവന്ന് ആ സമയമെടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഒരു പോയം പോലെ എഡിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണിത്. അപ്പൊ ഇനി ഒരുപാട് റിവ്യൂസ് കേട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതിനോടൊപ്പം തന്നെ ഒരുപാട് നല്ല റിവ്യൂസ് സിനിമയെ കുറിച്ച് വരുന്നുണ്ട്. അപ്പൊ ഒരു ഓവർ എക്സ്പെക്ടേഷനിൽ പോകുമ്പോൾ പലപ്പോഴും പേസ് അല്ലെങ്കിൽ സിനിമയുടെ ഡ്യൂറേഷൻ ലെങ്ത് കൂടുതലാണെന്ന് നമ്മൾ പറയുന്ന പോലെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിൽ ലാഗ് ഉണ്ടെന്നൊക്കെ തോന്നാം. പക്ഷെ ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള ഒരു പേസ് എടുത്തിട്ടുണ്ട്. അത് മനഃപൂർവ്വം എടുത്തത് തന്നെയാണ്. ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതെന്ന് ഓർക്കരുത്. എന്താ പറയുക, നമ്മൾ ചില സിനിമകൾ പറയുമ്പോൾ അത് സിനിമാറ്റിക് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. അതിന്റെ നമ്മൾ ടൂ മച്ച് ലോജിക്ക് നോക്കുന്നതിന് കാര്യമില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും ആ ഒരു മൊമെന്റിനും ഓഡിയൻസിലേക്ക് കിട്ടുന്ന ഒരു ഫീലിന് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അത് നമ്മൾ മനഃപൂർവ്വം മറന്നു കളഞ്ഞതുകൊണ്ടല്ല, അങ്ങനെയാണ് അത്. സിനിമ ചില ഇമോഷൻസും ചില സീനും അങ്ങനെ ആയിരിക്കണം. എല്ലാത്തിനും നമുക്ക് കൃത്യമായ ലോജിക്ക് സിനിമയിലേക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കഥ പറഞ്ഞു പോകുമ്പോൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകന് ആസ്വദിക്കാൻ പറ്റുക എന്നുള്ളതാണ് സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂലൊക്കെ ഇരിക്കുന്ന സമയത്ത് കുഴിന്ന് ഇതെടുക്കുന്ന കാര്യം, ഈ ഇന്റർവ്യൂലൊക്കെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്നത് ആസിഫൊക്കെ കുഴിന്നൊരു ബോഡി എടുത്ത സിനിമയുടെ ഭാഗ്യം ലെക്കെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ എടുത്തേക്കുന്ന സിനിമകളൊക്കെ മുന്നിൽ വിജയിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇത് ആഡ് ചെയ്തത് എന്ന് നമുക്ക് കുഴിച്ചിട്ടത് കണ്ടെത്തുന്നത്. ജിത്തു ജോസഫിനോട് ചോദിക്കുന്നു. എല്ലാം കൂടെ ഒറ്റടിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാനുള്ള അവസരം മിസ്സായി. നോക്കാം. ജിത്തു ജോസഫ് ഏത് ടൈപ്പ് ഓഫ് സിനിമ ചെയ്യുന്നതാണ് ഇഷ്ടം? അല്ലേ, അങ്ങനെ തന്നെ പോട്ടെ. ഇല്ല ഇല്ല ഞാനില്ല. റൂമറല്ലേ? ഇല്ല ഞാനില്ല. ഓ സയൻസ് ഫിക്ഷൻ മൂവി അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥ കേട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ടോ?
സയൻസ് ഫിക്ഷൻ ഇല്ല. ഇനി ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു റോം കോം ചെയ്യാനാണ്. കുറെ നാളായി കുഴിച്ചിടതും കുഴിയിടതും ഇനി എത്രയും വേഗം ഒരു റോം കോം ചെയ്യുക, കുറച്ച് ഫീൽ ഗുഡ് സിനിമകൾ ചെയ്യുക. രാജുവിന്റെ കാളിയനൊക്കെ മാറ്റി വെച്ചാൽ ഒത്തിരി വർഷങ്ങളായി. അതേപോലെ ഏതെങ്കിലും സ്ക്രിപ്റ്റ് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിട്ടുണ്ട്? ഇല്ല, ഞാൻ എന്റെ പോസ്റ്റ്പോൺ ആയിരിക്കുന്ന ഒരു സിനിമയേ ഉള്ളൂ, അത് ടിക്കറ്റൊക്കെയാണ്. ഞാനും എന്നെ അറിയാവുന്നവരും എല്ലാം വളരെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റാണ്. ഫിസിക്കൽ ഇഞ്ചുറി ഉണ്ടായിരുന്നു, അത് റിക്കവർ ആയാൽ ഇമ്മീഡിയറ്റ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് മാറ്റി വെച്ചിട്ടില്ല, അത് അങ്ങനെ തന്നെ ഉണ്ട്. വെരി സൂൺ. ഇനി സിനിമയുടെ വിജയം ആഘോഷിക്കാൻ ഉച്ചയ്ക്ക് ഒരു മട്ടൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു 3-4 ദിവസം കൂടെ അത് ഡിലേ ആവും. ഈ സിനിമയിൽ എടുത്ത് പറയേണ്ട 2-3 ആളുകളുണ്ട്. പക്ഷെ അത് കാര്യങ്ങൾ ക്യാരക്ടേഴ്സിന്റെ ഇമ്പോർട്ടൻസ് മാനിച്ച് പറയുന്നില്ല എങ്കിലും സരിത്, ഉണ്ണി, മേഘ, ഇവരെല്ലാരും പറ്റിയിട്ട് പറയണമെന്നുണ്ട്. പക്ഷെ അറിയാലോ, സിനിമ ഇനി കാണുമ്പോൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നവർക്ക് അത് ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾ ഇവരെ കൊണ്ട് നോട്ട് ചെയ്ത് വെച്ചു. സിനിമ പറ്റി ഇപ്പോഴും പ്രത്യേകിച്ച് പറയുന്ന നാട്ടെന്ന് പറഞ്ഞ സിനിമയിൽ നമ്മളെല്ലാവരും ഞെട്ടിച്ചതാണ്. ഒറ്റയ്ക്കൊരു സിനിമ ഷൗട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരാളും കൂടെയാണ്. അപ്പം സെറിന്റെ ഒരു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയിൽ. ഇതുപോലെ വരുന്ന എല്ലാ റിവ്യൂസിലും സെറിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഉണ്ണിയും മേഘയും, മേഘ പ്രത്യേകിച്ച് ആദ്യത്തെ കാലഘട്ടം വളരെ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തു എല്ലാവരും പറയുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ഭാമ മറന്നോ അല്ല കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ടത് സിനിമോഗ്രാഫർ അല്ലേ, ക്യാമറ കൈപിടിച്ച് നിൽക്കുന്ന നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തിനെ പറ്റി കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാം. ഞങ്ങൾ ഒരുമിച്ച് ആദ്യം ചെയ്തത് ലെവൽ ക്രോസ് ആണ്. അതിനുശേഷം ഈ സിനിമയിലേക്ക് വരുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കിലേക്ക് ഇതിനെ കൊണ്ടുവന്നു. ഒരു സ്ക്രിപ്റ്റ് ഈ രേഖാചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് വെക്കുമ്പോൾ ഇങ്ങനെ ഒരു ത്രില്ലർ സിനിമകളിലോ സ്വാഭാവികമായിട്ടും അസുഖം ലീഡ് ചെയ്യുന്ന ഒരു ആക്ടർക്ക് ഒരുപാട് ഡൗട്ട് പോകും. ഈ ഡൗട്ടൊക്കെ ക്ലിയർ ആവാൻ എത്ര സമയം? എനിക്ക് കിട്ടിയ ഫസ്റ്റ് നറേഷൻ തന്നെ ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. ഞാനൊരു സിനിമ കാണുന്ന പോലെയാണ് ഇതിന്റെ ആദ്യത്തെ നറേഷൻ തന്നെ കിട്ടിയത്. അതിനുശേഷം ഒരു ഓൾമോസ്റ്റ് 80% കംപ്ലീറ്റ് ആയ ഒരു സ്റ്റേജിലാണ് ഞാൻ ഈ സിനിമയിലേക്ക് എത്തുന്നത്. അതിനാൽ ഓരോ സ്റ്റേജിലും കൃത്യമായ ക്ലാരിറ്റി വന്ന് ഇതിന്റെ ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി വരെ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് നമ്മൾ ഈ സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചത്.